നമസ്കാരം. ജോൺസൺ ടോക്സിലേക്ക് സ്വാഗതം. പാറ്റ എന്ന ജീവിയെക്കുറിച്ച് ഇത്രമേൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലം മറ്റേതെങ്കിലും സമയത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പാറ്റപ്രയോഗം അത് കേവല യാദൃശ്ചികതയായിരുന്നു എന്നും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയതാണ് എന്നും പലവരും വിശദീകരിച്ചിട്ടും ഇന്ത്യൻ യുവത അത് മുഖവിലക്കെടുക്കാൻ തയ്യാറാവുന്നില്ല. ജുഡീഷ്യറി അതിൻ്റെ പരമാധികാരം എക്സിക്യൂട്ടീവ് കവർന്നെടുക്കുന്നു എന്ന തോന്നൽ, അങ്ങനെ എക്സിക്യൂട്ടീവ് കവർന്നെടുക്കുന്ന പരമാധികാരത്തിന് തടയിടുന്നതിന് ജുഡീഷ്യറി വേണ്ട വിധത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്ന ആക്ഷേപം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായി പല ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നാം ജഡ്ജസ് കേസ്, രണ്ടാം ജഡ്ജസ് കേസ്, തേർഡ് ജഡ്ജസ് കേസ്, മൂന്നാം ജഡ്ജസ് കേസ് എന്നറിയപ്പെടുന്ന 3 വിധികളിലൂടെ കൊളീജിയം സമ്പ്രദായമാണ് ഈ നാട്ടിലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നതിന് ആവശ്യമായ നിയമം എന്ന തരത്തിൽ ജഡ്ജ് മെയ്ഡ് ലോയിലൂടെ ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. 2014 നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുകയും പാർലമെന്റ് അതിനു വേണ്ടുന്ന നിയമനിർമ്മാണം നടത്തുകയും ആ നിയമനിർമ്മാണം നടത്തുന്നതിന് ആവശ്യമായ ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കുകയും ചെയ്തു. ഭരണഘടനാ ഭേദഗതി പാസാക്കുന്നതിന് ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കുന്നതിന് ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്നു. 30% സംസ്ഥാനങ്ങൾ ആ നിയമത്തെ റാറ്റിഫൈ ചെയ്തു. എന്നാൽ ഇതിനെല്ലാം ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ നിയമത്തെ ഇഴകീറി പരിശോധിച്ചു. അങ്ങനെ ഇഴകീറി പരിശോധിച്ചതിൽ സുപ്രീം കോടതിക്ക് ബോധ്യം വന്ന ഒരു കാര്യം, ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയുടെ സ്വതന്ത്ര സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോകും എന്ന കണ്ടെത്തലിൽ കോടതി എത്തിച്ചേർന്നു. അതിനെ തുടർന്ന് ഭരണഘടനാ ഭേദഗതിയാവട്ടെ നിയമനിർമ്മാണമാകട്ടെ അസാധുവായി പ്രഖ്യാപിച്ചു. 2015 ആ നിയമം അസാധുവാക്കിയതിനു ശേഷം 2026 വരെയുള്ള കാലഘട്ടത്തിൽ പലതരത്തിൽ ജുഡീഷ്യറിയെ വരച്ച വരയിൽ കൂടി നടത്തുന്നതിന് എക്സിക്യൂട്ടീവ് നടത്തുന്ന ശ്രമങ്ങൾക്ക് ഞാനും നിങ്ങളും സാക്ഷികളായി. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനിൽ 6 അംഗങ്ങളാണ് ജഡ്ജിമാരെ നിയോഗിക്കുന്നതിന് വേണ്ടി നിഷ്കർഷിച്ചിരുന്നത്. അതിൽ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, 2 ഏറ്റവും മുതിർന്ന ജഡ്ജിമാർ ഉൾപ്പെട്ടിരുന്നു, നിയമമന്ത്രി ഉൾപ്പെട്ടിരുന്നു, 2 എമിനന്റ് പേഴ്സണാലിറ്റീസ് കൂടി ഉൾപ്പെട്ടിരുന്നു. അപ്രകാരം 2 എമിനന്റ് പേഴ്സണാലിറ്റീസിനെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും ഒരുമിച്ച് നിർദ്ദേശിക്കുന്ന ആളായിരിക്കണം എന്നുകൂടി അതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഇത്തരം സാധ്യതകളെ കുറിച്ച് പരിശോധിച്ചതിൽ എങ്ങനെയാണ് നിയമമന്ത്രി ജഡ്ജിമാരെ നിയോഗിക്കുന്ന കമ്മിറ്റിയിൽ എങ്ങനെയാണ് അംഗമായിരിക്കുക? അവർ ചൂണ്ടിക്കാണിച്ച കാര്യം, ഗവൺമെന്റ് ഏറ്റവും വലിയ വ്യവഹാരിയായിരിക്കുമ്പോൾ ഗവൺമെന്റിലെ അംഗമായിരിക്കുന്ന നിയമവകുപ്പ് മന്ത്രി, ആ നിയമവകുപ്പ് മന്ത്രി തന്നെ ഈ ജഡ്ജിമാരെ നിയമിക്കുന്ന സമിതിയിൽ അംഗമായാൽ വ്യവഹാരി തന്നെ ജഡ്ജിയെ നിയമിക്കുന്ന തരത്തിലായി മാറും എന്നതാണ് അതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, ആ നിയമത്തിനകത്ത് ഒരു വീറ്റോ പവർ പ്രയോഗിക്കാനുള്ള അവകാശം വെച്ചിരുന്നു. 2 മെമ്പർമാർ യോജിച്ച് വീറ്റോ പ്രയോഗിച്ചാൽ ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ് നടക്കാതെ വരും. എക്സിക്യൂട്ടീവിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമമന്ത്രിയും ഏതെങ്കിലും ഒരു എമിനന്റ് പേഴ്സണും സംയുക്തമായി വീറ്റോ ചെയ്താൽ അതിൽ എക്സിക്യൂട്ടീവിന്റെ കടന്നുകയറ്റം പോലും സാധ്യമാകും എന്ന തരത്തിൽ ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യങ്ങളെ നിരീക്ഷിക്കുകയുണ്ടായി. എന്നാൽ അതിനെ തുടർന്ന് ഇപ്പോൾ കണ്ടുവരുന്ന ഈ പ്രതിഭാസം അത് അതീവ ഗുരുതരമായ തരത്തിലേക്ക് മാറുകയാണ്. അത് അതീവ ഗുരുതരമായ തരത്തിലേക്ക് മാറുന്നത് എങ്ങനെയാണ്? അത് ജഡ്ജിമാരെ നിയമിക്കുന്നതിന് വേണ്ടി കൊളീജിയം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഗവൺമെന്റിൽ നിന്ന് അംഗീകരിച്ചു വരുന്നതിന് അനിതര സാധാരണമായ കാലതാമസം വരുത്തുന്നു. നിർദ്ദേശങ്ങൾ വെച്ച് താമസിപ്പിച്ച് ആഴ്ചകൾ മാസങ്ങൾക്ക് വഴിമാറുന്നതും മാസങ്ങൾ ദീർഘിച്ചു പോകുന്നതും ഞാനും നിങ്ങളും കണ്ടു.
ജസ്റ്റിസ് എസ് മുരളീധരൻ, ജസ്റ്റിസ് അഖിൽ ഖുരേഷി, ജസ്റ്റിസ് കെ എം ജോസഫ്, ഇവരൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അവരുടെ സ്ഥാനലബ്ധി നഷ്ടപ്പെടുന്നത് മാത്രമല്ല, പലർക്കും പലരുടെയും പ്രമോഷനും പലരുടെയും ട്രാൻസ്ഫറും പലരുടെയും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതും ഒക്കെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഈ കാലതാമസം കൊണ്ട് സാധ്യമാകും എന്ന് എക്സിക്യൂട്ടീവ് കണ്ടെത്തിയിരിക്കുന്നു. ആ കാലതാമസം അവരെ ജുഡീഷ്യറിയെ അവരുടെ ഇംഗിതത്തിന് നയിക്കാവുന്ന വിധത്തിൽ കൊണ്ടുപോകാം എന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു. ഇതിനെ പലപ്പോഴും ജഡ്ജിമാരുടെ കാലാവധി, ഇപ്പോ നമ്മുടെ കഴിഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ കാലാവധി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന തരത്തിൽ 6 മാസ കാലാവധിയായിരുന്നു. അപ്പോയിന്റ്മെന്റിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനിയന്ത്രിതമായി വെച്ച് താമസിക്കുന്നത് മൂലം ഇത്തരത്തിൽ ഇഷ്ടക്കാരെ കൊണ്ടു നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരം നടപടികൾ കാണുകയും അത്തരം നടപടികൾക്ക് ക്രിയാത്മകമായി വിലങ്ങുതടിയിടാൻ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങളില്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം വ്യാപകമായ ആക്ഷേപങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വിരമിച്ചാൽ തൊട്ടടുത്ത ദിവസം രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുന്നവർ, അഭിജിത്ത് ഗംഗോപാധ്യായ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജി മാർച്ച് മാസം 5-ാം തീയതി വിരമിച്ചു. മാർച്ച് മാസം 7-ാം തീയതി പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു. മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിൽ അദ്ദേഹം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ദേഹം തന്നെ രാജ്യസഭയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. ഇത്തരം കാര്യങ്ങളൊക്കെ, വിവിധ അപ്പോയിന്റ്മെന്റുകൾ സ്വീകരിക്കുന്നത്, വിവിധ സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ വരച്ച വരയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങൾക്ക് ഒരു നല്ല ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് തോന്നിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുക. അത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്നാണ് പലതരത്തിൽ പല കോണുകളിൽ നിന്ന് ഉയരുന്ന വിമർശനം. പലപ്പോഴും അതിനെ ഗണ്ണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ പറയാറുള്ളത്, ഇത് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമല്ലല്ലോ, മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലും മറ്റു പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തുടരുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. സ്നേഹിതരെ, പണ്ടെങ്ങോ ഏതോ ആളുകൾ ചെയ്ത കുറ്റങ്ങൾ അത് കുറ്റകൃത്യമായിരുന്നു എങ്കിൽ ആധുനിക കാലത്ത് അതേ കുറ്റകൃത്യങ്ങൾ കൂടുതൽ തീവ്രതയോടെ ചെയ്യണം എന്ന് ശഠിക്കുന്നതിൽ എന്താണ് കഴമ്പ് എന്നും ചെറുപ്പക്കാർ ചോദിക്കുകയാണ്. അപ്പോൾ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എക്സിക്യൂട്ടീവ് കവർന്നെടുക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ജുഡീഷ്യറി വേണ്ട വിധത്തിൽ പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങൾ ചെറുപ്പക്കാരിൽ വല്ലാത്ത ഒരു കാലിളക്കം ഉണ്ടാക്കിയിരിക്കുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം. ഒരു നിയമനിർമ്മാണം, ആ നിയമനിർമ്മാണം എന്തുകൊണ്ടും അനിവാര്യമായ ഒരു ദശാസന്ധിയിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു നിയമനിർമ്മാണം, ജഡ്ജസ് അപ്പോയിന്റ്മെന്റിനെ സംബന്ധിക്കുന്ന ഒരു സമഗ്രമായ നിയമനിർമ്മാണം, ഭരണ പ്രതിപക്ഷങ്ങൾ യോജിച്ച് മുമ്പ് നിർമ്മിച്ച നിയമത്തിലെ അപാകതകൾ പരിഹരിച്ച് നിയമമന്ത്രിയുടെ സാന്നിധ്യം ആ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി ഒരു പുതിയ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ എന്താണ് തടസ്സം? 2 എമിനന്റ് പേഴ്സണാലിറ്റീസ്, ആ എമിനന്റ് പേഴ്സണാലിറ്റീസിനെ സംബന്ധിക്കുന്ന എന്തിനാണ് വലിയ ഉത്കണ്ഠ അതിനെ സംബന്ധിച്ച് പ്രകടിപ്പിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഭരണഘടനാ മൂല്യങ്ങൾ, അത് ഭരണഘടനാ ദർശനം ഉൾക്കൊണ്ട ആളുകൾക്ക് കേവലം ജഡ്ജിമാരായി മാത്രം ജോലി ചെയ്ത ആളുകളെക്കാൾ കൂടുതൽ ഉൾക്കൊള്ളാനും കൂടുതൽ ഗ്രഹിക്കാനും സാധിക്കുന്നതല്ലേ? ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന നിർമ്മിച്ചപ്പോൾ ആ ഭരണഘടനാ ദർശനങ്ങളോടുള്ള അവരുടെ സമീപനമാണ് അതിൽ വെളിപ്പെട്ടിട്ടുള്ളത്. ജുഡീഷ്യറിക്ക് പരമമായ സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ ഭരണഘടനാ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന എമിനന്റ് പേഴ്സണാലിറ്റീസ് ആ കമ്മിറ്റിയിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് എന്ത് ദോഷം എന്നതിനെക്കുറിച്ച് ജുഡീഷ്യറി കൂടി പുനരാലോചിച്ചാൽ കൂടുതൽ നല്ല ഒരു നിയമനിർമ്മാണം, റിട്ടയർ ചെയ്യുന്നതിന് ശേഷം ഏതെങ്കിലും പുതിയ പദവികൾ എടുക്കുന്നതിന് മുമ്പ് ഒരു കൂളിംഗ് ഓഫ് പീരീഡ് കൃത്യമായി നിർദ്ദേശിക്കുന്ന തരത്തിൽ ഒരു നിയമനിർമ്മാണം ഉണ്ടായാൽ അത് ഈ നാട്ടിലെ ചെറുപ്പക്കാർ സ്വീകരിക്കും, അത് ഈ നാട്ടിലെ ആകാംക്ഷകൾ പരിഹരിക്കും. പാർട്ടിയുടെയും മറ്റു ജീവികളുടെയും പേരിൽ
നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വലിയ സങ്കീർണതകൾക്ക് ഒരു വിരാമമാവുകയും ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ജോൺസൺ ടോക്സ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.